നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ അറിഞ്ഞില്ലേ എന്ത്? ആ സന്ദീപ് അയാൾ ഏതോ ഹോട്ടലിലെ സപ്ലയറോ ക്ലീനറൊക്കെ ആയിട്ട് നിക്കുവന്ന്. അതിനിപ്പോ എന്താ? വലിയ കോടീശ്വരനാണ്. തിരുവനന്തപുരത്ത് നിറയെ അവന്റെ കുടുംബത്തിന്റെ സ്ഥാപനങ്ങളാന്നൊക്കെയല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു കോടീശ്വരനാണെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അവൻ പറഞ്ഞു. ഇല്ലല്ലോ, നിങ്ങളൊക്കെ കൂടെയാണ് നെറ്റിൽ നോക്കി കണ്ടുപിടിച്ചത്. ആര് കണ്ടുപിടിച്ചതായാലും അതൊക്കെ നുണയായിരുന്നു എന്ന് വ്യക്തമായില്ലേ. ഉച്ചക്കഞ്ഞിക്ക് പോലും വക കാണില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു ജോലിക്ക് ഇറങ്ങുമോ? സന്ദീപ് ഹോട്ടലിൽ ജോലി ചെയ്യുന്നതൊക്കെ ഞാനും ദേവൂട്ടിയും കുമാരേട്ടനും ഒക്കെ അറിഞ്ഞതാ. അത് പണമില്ലാത്തോണ്ടോ അഷ്ടിക്ക് വകയില്ലാഞ്ഞിട്ടോ അല്ല. കുറെ പണവും കൊണ്ട് അവന്റെ വീട്ടിലെ ഒരു ജോലിക്കാരൻ അവന്റെ പുറകെ നടക്കുന്നു. അവനത് വാങ്ങുന്നില്ല. സ്വയം അധ്വാനിച്ച് ജീവിക്കുമെന്ന് തീരുമാനിച്ച ഈ ഹോട്ടലിലെ എച്ചിലെടുക്കുന്നത്. നിനക്കത് കേട്ടപ്പോ വലിയ കുറവായി തോന്നിക്കാണും. പക്ഷേ അവനതില് ഒരു കുറവും കാണുന്നില്ല. ഉണ്ടും കണ്ടും നിറഞ്ഞവര് കാണാത്തത് കാണാനും അറിയാത്തത് അറിയാനും ഇറങ്ങി പുറപ്പെടും. അതിങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നീ അവനെ അളക്കണ്ട. അല്ല, ഇവള് വന്നു പറഞ്ഞപ്പോ ഞാനാകെ അയ്യേന്നായിപ്പോയി. അല്ല സുരേന്ദ്രട്ടാ, അവൻ എന്തെങ്കിലും തകരാറുണ്ടോ? ഇതാണ് നമ്മുടെ തകരാറ്. നമ്മൾ വരച്ചിടുന്ന കളത്തിനപ്പുറത്ത് ആരെങ്കിലും ഇറങ്ങിപ്പോയാ നമ്മളങ്ങ് നിശ്ചയിക്കും അവനെന്തോ തകരാറുണ്ട്. എന്റെ ഇന്ദുമതി, സത്യം പറഞ്ഞാല് അങ്ങനൊരു ജീവിതം അവൻ ആസ്വദിക്കുകയാണ്. വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ അവന് ഇതൊക്കെ ഒരിക്കലും കിട്ടാത്ത അനുഭവങ്ങളാണ്. ശരിയാ, പണ്ടൊക്കെ രാജാക്കന്മാരും ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ ജീവിതം കാണാനും അറിയാനും വേണ്ടി വേഷം മാറി നടക്കാറുണ്ടായിരുന്നു. വലിയ രാജാവായിരുന്ന നളൻ അടുക്കളക്കാരനായി ജീവിച്ചില്ലേ? അതുപോലെ ഈ പയ്യനും സാധാരണക്കാരന്റെ ജീവിതം അനുഭവിച്ചറിയാൻ താല്പര്യമുണ്ടാവും. അവനത് അറിയട്ടെ. നമ്മൾ അതിനെ ആക്ഷേപത്തോടെ കാണണ്ട. അല്ല, ഇവള് വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാനങ്ങ് നിങ്ങൾ പറഞ്ഞതായിരിക്കും ശരി. ആയിരിക്കുമെന്നല്ല, ആണ്. വാ മോളെ. നമ്മൾ എവിടെ പോയി അന്വേഷിക്കാൻ ആശാനെ? എവിടെ പോയും തിരയണം. അമ്പലം, പരിസരം, പിന്നെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നല്ലേ പറഞ്ഞത്. ഹോട്ടലുകളും വിടണ്ട. കണ്ടിട്ടൊരു പാവം പയ്യന്റെ ലുക്കാണല്ലോ ആശാനെ. ആ, ഒരു പാവം പയ്യനായിരുന്നു. അതുകൊണ്ടാ തമ്പി സാർ ഇതുവരെ വളർത്തിവിട്ടത്. ഇവിടെയൊക്കെ വന്ന് ആൾക്കാരുടെയൊക്കെ കൂടെ കൂടി അവന്റെ പാവത്തം പോയെന്നാ തമ്പി സാർ ഇപ്പോൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാ ഇവന് കൊട്ടേഷൻ വീണത്. തീർക്കാനല്ലേ ആശാനെ? അതെ, തീർക്കാൻ.
തമ്പിസാറിന് ഭീഷണികളില്ലാതെ കാര്യങ്ങൾ നടത്തണം. അതിന് ശ്രീകലാമ്മയുടെ ഇടപെടലുകൾ ഒഴിവാകണം. അതൊഴിവാകണമെങ്കിൽ